ഞാൻ കേട്ടിട്ടുള്ളത് പിന്നെ നിങ്ങളുടെ സംഘടനയിൽ തന്നെ നിങ്ങൾക്ക് വലിയ ആക്രമണം ഉണ്ടായി, നിങ്ങൾ വലിയ മർദ്ദനത്തിന് വിധേയമായി. അല്ല, അത് 83-ല് ഈ ഞങ്ങളിങ്ങനെ അവിടെ മകരജ്യോതിസ് 81-ൽ കത്തിച്ചതിൻ്റെ എല്ലാ ഫോട്ടോയും ഞങ്ങൾ എടുത്തിരുന്നു. അത് നമ്മൾ ആൾ ഇന്ത്യ എക്സിബിഷൻ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടത്ത് നടക്കുന്ന ആൾ ഇന്ത്യ എക്സിബിഷനിലെ എല്ലാ ഫോട്ടോയും ഒരു 12-10 സൈസ് ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് ഇവിടെ വെച്ചു. അതിലേക്ക് ഒരു ലഘുലേഖ ഉണ്ടായിരുന്നു, ലഘുലേഖയും പ്രസിദ്ധീകരിച്ചു. ഇവിടെ ഇത് പുത്തരിക്കണ്ട മൈതാനത്തിൽ ഇങ്ങനെ ലഘുലേഖയും ഫോട്ടോയും പ്രദർശിപ്പിക്കാൻ വന്നപ്പോൾ അന്ന് മേയർ MP പത്മനാഭനായിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് അവിടെ കമ്മീഷണർ അത് നിർത്തണമെന്ന് കത്ത് വന്നു. അപ്പോൾ അവർ ഞങ്ങൾ സ്റ്റാള് വാടകയ്ക്ക് എടുത്ത് ഞങ്ങളുടെ ഒരു പുസ്തകത്തിൻ്റെ പ്രചരണമാണ് ഞങ്ങൾ ഈ കാണിക്കുന്നത്. മകരജ്യോതിസ് തട്ടിപ്പ് എന്നൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു. ആ പുസ്തകത്തിൻ്റേതായ എൻലാർജ് ചെയ്ത ഫോട്ടോസൊക്കെയാണ് ഞങ്ങളിവിടെ വെച്ചേക്കുന്നത്. അതിൻ്റെ പുസ്തകത്തിൻ്റെ പ്രചരണമാണ്. അപ്പം മറുപടി കൊടുത്തപ്പോൾ പിന്നെ അവർ വേറെ ഇത് അടയ്ക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ അവർ കത്ത് തന്നു, മറുപടിയും കൊടുത്തു. അങ്ങനെ 81-ൽ പ്രചരണം കിട്ടിയതിൻ്റെ ഫലമായിട്ട് 83-ൽ ഞങ്ങൾ 82-ൽ ഞങ്ങൾ പോയി 2 പ്രാവശ്യം കത്തിച്ചു. അതിനിടെ 83-ൽ ഞങ്ങൾ പോകുമെന്നുള്ള ധാരണ അവർക്കുണ്ടായിരുന്നു. കാരണം ഇതേപോലെ ആളുകൾ ഇപ്പം ഞങ്ങളിപ്പോൾ ആഗ്രഹം വന്ന് പോയാൽ ആളുകൾ പ്രേരിക്കും, ഞങ്ങൾക്കും കാണണം, ഞങ്ങളെയും കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ധാരാളം പേര് വരും. അങ്ങനെയാണ് 83-ൽ പോയി. 83-ൽ ഏകദേശം 100ഓളം പേരുണ്ടായിരുന്നു. അവർ ചെറുക്കുമെന്നുള്ള കാര്യം അറിയാം. ഒന്നിച്ചു പോയാൽ അവിടെ സംഘടിതമായി ചെറുക്കുമെന്നുള്ള ധാരണത്തിൽ ഒരു 25 പേര് വീതം ആദ്യം പോകുക. അതിൻ്റെ ബാക്കി താഴെ 75 പേരുണ്ട്. അങ്ങനെ പോയി. ഞങ്ങളെയൊക്കെ തന്നെ ആംഡ് പോലീസായിരുന്നു. തോക്ക് വെടിയുണ്ടയും തോക്കുമായിട്ടുള്ള പോലീസാണ് ഞങ്ങളെ നേരിട്ടത്. ആദ്യം പോയി 25 പേരിലാണ് ഞാനുണ്ടായിരുന്നത്. ഞാൻ ഈ ഇവിടെ തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗത്തുമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം ഷട്ടൂരി പോലീസ് കാര്യമായിട്ട് മർദ്ദിക്കുകയുണ്ടായി. ഭയങ്കരമായ കൊല്ലുക എന്നുള്ള ഉദ്ദേശം ഈ കത്തിക്കുന്ന സ്പോട്ടിൽ തന്നെയാണ്. കത്തിക്കുന്ന സ്പോട്ടിൽ തന്നെയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ക്യാമറകളുണ്ടായിരുന്നു. ക്യാമറകൾ എല്ലാം തന്നെ 35mm ക്യാമറ എല്ലാം വാങ്ങിച്ചു, ഫിലിമെല്ലാം വാങ്ങിച്ചു, ഫിലിമെല്ലാം അവിടെ എക്സ്പോസ് ചെയ്യുകയുണ്ടായി. പക്ഷേ ഒരു ക്യാമറയിൽ ഒരു 22mm ഒരു ക്യാമറ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ പേരൂർക്കട ഉണ്ടായിരുന്ന ഒരു രാധാകൃഷ്ണൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ആരും കണ്ടില്ല. അത് ഒരു 100 ഗ്രാം കോൾഗേറ്റ് പേസ്റ്റിൻ്റെ അത്രയും 22mm ആണ്. അതിൽ കുറച്ച് പോലീസിൻ്റെയും അവരുടെ ജീപ്പുകളുടെയും ഒക്കെ തന്നെ ഫോട്ടോ ഉണ്ടായിരുന്നു. അതൊഴിവെ ബാക്കിയുള്ള എല്ലാം അവർ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നമ്മളെ കാര്യമായിട്ട് മർദ്ദിച്ചു. ഇവിടെ കല്ലിയൂർ പ്രസന്റ് രാജ്, പിന്നെ ഈ നാറാണിയിലുള്ള ഒരു രവീന്ദ്രൻ നായർ, ഒരു മധു, അവർക്കൊക്കെ മർദ്ദനമേറ്റു. കീഴ്പ്പാളൂരിലുള്ള ഒരു 65 വയസ്സായ ആളുണ്ടായിരുന്നു. കായംകുളത്തുള്ള ഒരു അധ്യാപകനുണ്ടായിരുന്നു, രാജപ്പൻ സാർ എന്ന് വന്നിട്ട്, കായംകുളത്തുള്ള. അവരൊക്കെ ചീത്ത വിളിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവരെയും. അപ്പോൾ പലരും മരിച്ചു പോയിട്ട് കുറച്ച് പേരൊക്കെ ജീവിച്ചിട്ടുണ്ട്. കാര്യമായിട്ട് മറിച്ച് ഞാനിവിടെ തിരുവനന്തപുരത്ത് തിരിച്ചെത്തി നെയ്യാറ്റിൻകര ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. അതുമാത്രമല്ല, ഇവിടെ ത്രിവേണി നഴ്സിംഗ് ഹോമിൽ തിരുമൽ എണ്ണയിട്ട് തിരുമൽ എന്നുള്ള ആ പരിപാടിയാണ് ഇത്. ഇവിടെ ത്രിവേണി നഴ്സിംഗ് ഹോമിൽ കുറേ കാലം ചികിത്സ ഉണ്ടായിരുന്നു. പിന്നെ തുടർ ചികിത്സകളും പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു കാര്യം, ഇന്നത്തെ ഒരു അവസ്ഥയിൽ നോക്കൂ, 50 വർഷത്തിന് മുമ്പ് നിങ്ങളൊക്കെ നടത്തിയ ഈ ഒരു യാത്ര, അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവം, ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളെടുത്ത നിലപാട് ശരിയാണോ? അതോ ഇന്നും ഈ ആളുകളൊക്കെ ഇപ്പോഴും ഇതൊക്കെ പുറത്ത് വന്നിട്ടും ഇങ്ങനെയൊക്കെയാണ്? അപ്പോൾ അതിനെപ്പറ്റി അപ്പോൾ അത് പറഞ്ഞാൽ ഇപ്പോൾ ഇത് 80, 81, 82, 83 പോയത്. അത് മറ്റത് അല്ലാത്തത് ഒരു സീസൺ അല്ലാതെ ഞങ്ങൾ 85-ലും പോയിട്ടുണ്ട്. പലർക്കും ഇങ്ങനെ വഴികാട്ടാനായിട്ട് പോയി. നമ്മുടെ പ്രേമാനന്ദ സംഘവും വന്നു. അദ്ദേഹവും കൂടെ പ്രേമാനന്ദ അറിയാമല്ലോ, അദ്ദേഹത്തെ കൂടെ കാണിക്കാൻ വേണ്ടിയാണ് 85-ൽ പോയത്. അത് കഴിഞ്ഞ് 99-ലാണ് ശബരിമല രണ്ടാമത്തെ ആക്സിഡൻ്റാണ്. മകരജ്യോതിസ് കാണാൻ വേണ്ടി ഒരു തിട്ടയിൽ, ഈ പമ്പ നദിയുടെ ഭാഗത്തുണ്ടായിരുന്ന ഒരു മൺതിട്ടയിൽ കയറി നിന്ന് ആ തിട്ട ഇടിഞ്ഞു വീഴുന്നു. ആ ഇടിഞ്ഞു വീഴുന്നപ്പോൾ കുറേ ആൾക്കാർ തറയിൽ വീഴുന്നവരുടെ പുറത്ത് ആളുകൾ ചാടി 53 പേര് മരിച്ചിട്ടുണ്ട്.
ആദ്യമായിട്ട്. അതെ. അത് ഞങ്ങൾ പറഞ്ഞത് ഇത് ഇത് പറയാം മസാക്കർ, കൂട്ടക്കൊലയാണിത്. ആസൂത്രിതമായ കൊലയാണ്. ആസൂത്രിതമായ കൊലയാണ് ഇവിടെ നടന്നത്. അതിന് പ്രതിഷേധിച്ചിട്ട് നമ്മൾ ഇത് 84 ഈ മകരജ്യോതിസ് പ്രതിഷേധിച്ച് സർക്കാർ ഇത് ചെയ്യരുത്, കാരണം ജനങ്ങളെ പറ്റിക്കുകയാണ്. സർക്കാരിന് ഭരണഘടനയുടെ 51 ആർട്ടിക്കിൾ അനുസരിച്ച് സത്യം ജനങ്ങൾക്ക് എത്തിക്കേണ്ട ജോലി എന്ന് വെച്ചാൽ ആകാശവാണിക്കുണ്ട്, ദൂരദർശനുണ്ട്, സർക്കാരിനുണ്ട്. പക്ഷേ ഇവിടെ വരുമാനം ഉണ്ടാക്കുക എന്നത്, കാരണം ഇത് അത്ഭുത പ്രതിഭാസമാണ്. ഒരു ആരുമില്ലാത്ത ഒരു വനപ്രദേശത്ത് ഒരു പ്രത്യേക സമയത്ത് പ്രത്യേക രീതിയിൽ ഒരു 3 പ്രാവശ്യം ഒരു ദീപം തെളിയിക്കുക എന്നുള്ളത് ഡിവൈനാണെന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നത് സർക്കാരുണ്ട്, നമ്മുടെ മാധ്യമങ്ങളുമെല്ലാം ഉണ്ട്. അത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാൽ ഒരു പൈസ മുടക്കില്ലാതെ 150 കോടി 200 കോടി ഇപ്പം 400 കോടിയിലധികമാണ് വരുമാനം. 400 കോടി രൂപ മുടക്കാനായിട്ട് ഒരു 1-2 ലക്ഷം രൂപയുടെ പ്രചരണം മാത്രം മതി. മാധ്യമങ്ങളെ ഒന്ന് കയ്യിൽ പിടിച്ചാൽ ഇത് ഡിവൈനാണെന്ന്, അത്ഭുത പ്രതിഭാസമാണെന്ന് അവർ പറയും. അങ്ങനെ ഈ ഡിവൈൻ ആണെന്ന് പറയുക എന്നത് ആകാശവാണിയും ദൂരദർശനും സർക്കാരിൻ്റെ മീഡിയ, കാരണം ഇപ്പോൾ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നൊരു വകുപ്പാണ്. ഇത് ജനങ്ങളെ പറ്റിക്കാൻ പാടില്ല എന്നുള്ള ആ ഉദ്ദേശത്തിലാണ് ഞങ്ങൾ പോയത്. അന്ന് 99 53 പേര് മരിച്ചു. അത് കഴിഞ്ഞിട്ട് 2011 106ഓളം പേര് മരിച്ചു. ഇവിടെ ഞങ്ങളുടെ യാത്ര കൊണ്ട് ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഈ 99 മരിച്ചവരിൽ മലയാളികളുടെ എണ്ണം വളരെ നാമമാത്രമാണ്. ഈ 2011 106 പേര് മരിച്ചാലും മലയാളികൾ ആരുമില്ല. എല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വന്നവരും ആന്ധ്രയിൽ നിന്ന് വന്നവരും മഹാരാഷ്ട്രയിൽ നിന്ന് വരുവാണ് മരിച്ചത്. അപ്പോൾ ഞങ്ങളതിൽ വളരെ ദുഃഖിക്കുന്നത്, കാരണം വെച്ചാൽ ഒരു അച്ഛനും 9 വയസ്സായ മകനും കൂടെ വരികയും പൊന്നമ്പല വീട്ടിൽ അച്ഛൻ മരിക്കുന്നു. ഈ 9 വയസ്സുകാരൻ അച്ഛൻ്റെ ശരീരം പായിൽ കെട്ടി ആന്ധ്രാപ്രദേശിലേക്ക് കൊണ്ടുപോകുന്നു. അതിൽ സർക്കാരിനോ ആർക്കും ഒരു ദുഃഖമില്ല. അവർക്ക് കാശ് കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊരു മനുഷ്യൻ്റെ കാര്യമാണ്. ഈ 9 വയസ്സുകാരൻ മകൻ അച്ഛൻ്റെ ഡെഡ് ബോഡിയുമായിട്ടാണ് വീട്ടിൽ പോകുന്നത്. എന്നിട്ട് ഈ അച്ഛനെ എന്ന് വെച്ചാൽ കൊലയ്ക്ക് കൊടുത്ത കൂട്ടക്കൊല ചെയ്യുകയാണ്. 111 പേരെന്ന് വെച്ചാൽ ഈ മകരജ്യോതിസ് കാണാനുള്ള തിക്കിലും തിരക്കിലുമാണ് മരിച്ചത്. അല്ലാതെ സ്വാഭാവികമായിട്ട് മണ്ണിടിഞ്ഞോ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റിയതല്ല. സർക്കാർ സംഘടിപ്പിക്കുന്ന ഒരു കൂട്ടക്കൊലയാണ് മകരജ്യോതിസ് എന്ന് പറയുന്നത്. കാരണം വരുമാനം കിട്ടുക എന്നുള്ളത് മാത്രമേ അവർക്ക് ലക്ഷ്യമുള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ ശ്രീ ധന്യവച്ചനും സുകുമാരനും സംഘവും 50 വർഷങ്ങൾക്ക് മുമ്പ് മകരജ്യോതിസ് കത്തിക്കുന്നതാണ് എന്നും സ്വയംഭൂ അല്ല എന്നും ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഒരു വലിയ ശ്രമം നടത്തി. ഒരു വശത്ത് ഇതൊരു കത്തിക്കലാണ് എന്ന് ഒരു വിഭാഗം ഇപ്പോഴും വിശ്വസിക്കുമ്പോഴും ഈ മകരജ്യോതിസ് കാണാനും അതിനെ വണങ്ങാനും ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നു എന്നൊരു അത്ഭുത പ്രതിഭാസവും തുടരുന്നുണ്ട്. അതുകൊണ്ട് ഈ ലോകത്ത് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കുമൊക്കെ ഒരു ഇടം ഉള്ളപ്പോൾ സർക്കാർ വസ്തുതാപരമായ കാര്യങ്ങൾ, ശാസ്ത്ര സത്യങ്ങൾ മാത്രമേ പുറത്തുവിടാവൂ, പിന്തുണയ്ക്കാവൂ എന്നുള്ള ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടായിരുന്നു ശ്രീ ധന്യവച്ചനും സുകുമാരനും സംഘം അവിടെ എത്തിയത്. അപ്പോഴും വിശ്വാസികളുടേതായ പല രീതികളും തുടരാം, അവിശ്വാസികൾക്ക് അതിൻ്റെ ഒരു ഇടമുണ്ട്. പക്ഷേ സർക്കാർ ഈ വിഷയങ്ങളിൽ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന നിലപാടുകളെ മറന്നുപോകുന്നു എന്നുള്ളൊരു ഉത്കണ്ഠ ഇപ്പോഴും 74-ാം വയസ്സിലും ശ്രീ ധന്യവച്ചനും സുകുമാരനും അദ്ദേഹത്തിൻ്റെ സംഘവും പങ്കുവെക്കുന്നു നമ്മളുമായി.